വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കും. മസ്ലീസ്, the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യും 70% വരെ ഡിസ്കൗണ്ടും നേടും. ഗോപുനന്ദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. ഗ്രോസറി ഐറ്റംസ് പറയും, അതിന്റെ വില 1 കിലോ പരിപ്പിന്റെ വില. റേഷൻ കടയിലെ പരിപ്പാണ്. റേഷൻ കട പരിപ്പില്ല, 35. ഇവളുകളുടെ അപ്പനും കൂടെ താഴെ തുണിയൊക്കെ ഇട്ട് കക്കാൻ പോകും. അപ്പൊ 35 രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ 35 രൂപ കിട്ടില്ല, കിട്ടില്ല. 1 കിലോ പഞ്ചസാരയുടെ വില 340 രൂപ. പപ്പായ വാങ്ങണം, എനിക്കറിയത്തില്ല. പപ്പായാണ് വാങ്ങുന്നത്, അതുകൊണ്ട് എനിക്കറിയാം. 1 കിലോ തക്കാളിയുടെ വില. തക്കാളി കടയിൽ പോയിട്ട് അവരെ വളം അടിച്ചു നിന്നിട്ട് എന്തിനു വാങ്ങിച്ചിട്ടൊക്കെ വരാം ഇങ്ങോട്ട്. അപ്പൊ നീ പൈസ കൊടുക്കണില്ലേ? വേണ്ടെന്ന് കൊളാബിയോ, അത് കൊളാബിയ. കേരളത്തിലെ ഒരു വ്യക്തി ഫസ്റ്റ് സെക്കൻഡ് ഷോ ആരുടെ ഇവിടെ കാണുന്നത്? ആണോ? ഏത് പടം കാണുന്നത്? പ്രേമിക്കുന്ന സമയത്ത് അത് പടത്തിന്റെ പേരും പടവും ഓർമ്മയില്ലായിരുന്നു, തിയേറ്റർ ഓർമ്മയൊന്നും ഇല്ല. പടമല്ലല്ലോ അപ്പൊ മെയിൻ കാര്യം. ഇതൊന്നും വരത്തില്ലല്ലോ അല്ലേ? കമ്പനിയിൽ ഇതായിരിക്കും. തിയേറ്ററിൽ പോയി കാണിച്ചു നിങ്ങൾ കണ്ടോ കാമുകയായിട്ട്. പെൻഗുനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൂജ കൃഷ്ണ. സോ ഇന്നത്തെ എന്റെ ഗസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാലമായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് ആ വ്യക്തിയുടെ കുറച്ച് കാലത്തെ പരിചയമുള്ള ഒരു വ്യക്തിനെ കൂട്ടിയിട്ടാണ് ആ വ്യക്തി വന്നിരിക്കുന്നത്. ഓക്കെ, സിജു ആൻഡ് ലിനു. ഹായ്, നമസ്കാരം. നല്ല സുഖമായിട്ടിരിക്കുന്നു. ഞാൻ നിന്റെ ഇൻട്രോ കണ്ടിട്ട് ഇങ്ങനെ പകച്ചു നിൽക്കുകയായിരുന്നു. അല്ല, ഞാൻ അധികം നീട്ടണ്ടെന്ന് വിചാരിച്ചു, കൂടുതൽ പറഞ്ഞത് അലമ്പായി പോയാലോ. ഉറപ്പായിട്ടും നീ പറയാൻ പുറപ്പെട്ടാലും. അതെ, എൻഗേജ്മെന്റ് ആ മൊത്തത്തിലുള്ള ഫംഗ്ഷൻ ഞാൻ മിസ് ചെയ്തു. ഞാൻ സിജോനെ ഓൾറെഡി വിളിച്ചു പറഞ്ഞത് എന്താ റീസണ്? ഞാൻ 2021 വിവാഹം കഴിക്കാന്ന് പറഞ്ഞതാ. ഞാൻ പിന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞു. അന്ന് ചെറിയ പ്രായമല്ല, അന്ന് ചെറുപ്പമാണല്ലോ. പിന്നെ ഭയങ്കര പ്രായമാണോ? അതെ. അപ്പൊ അന്ന് ഞാൻ വിവാഹം കഴിക്കാന്ന് പറഞ്ഞു. 2021 നവംബറിലൊക്കെ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തു. പിന്നെ 2022 മാറ്റി വെച്ചു, 23 മാറ്റി വെച്ചു. അതെ, 24 ലാസ്റ്റ് നടന്നതെന്ന് മാത്രം. ഇപ്പോഴാണ് എനിക്ക് കല്യാണപ്രായമായത്, അതുകൊണ്ടാണ്. അപ്പൊ 2020 അതെനിക്കറിയാം, വലിയ കല്യാണപ്രായം ആയിട്ടില്ല, കാണുമ്പോ വലിയൊരാളം പോലെ തോന്നുന്നു. കല്യാണത്തിന് കഴിക്കാനുള്ള പ്രായം. നിന്നേക്കാൾ 2 വയസ്സ് കൂടെ എനിക്ക് മൂപ്പുള്ളത്രേ ഉള്ളൂ. എനിക്ക് എത്ര വയസ്സ്? നിനക്ക് 26. 24. അപ്പൊ ഞാൻ ലിനുനോട് ചോദിക്കട്ടെ, ഞാൻ ഇത്ര നേരം സംസാരിക്കും, ഞാൻ ലിനുനോട് പറയായിരുന്നു ഭയങ്കര ക്യൂട്ട് വോയിസ് ആണ്. അപ്പൊ എങ്ങനെയാണ് തല്ലുവിടുമ്പോഴൊക്കെ ആ ഒരു എഫക്ട് കിട്ടുന്നതെന്ന്? എങ്ങനെയാണ് അത് കിട്ടുന്നത്? എപ്പോഴും തല്ലുവിടുന്നോണ്ട് ആ എഫക്റ്റിന് വലിയ അർത്ഥമില്ല. എന്നാലും പറഞ്ഞോ. നല്ല എഫക്റ്റ് ആണ്. നല്ല എഫക്റ്റ് ആണ്. ഞാൻ ഒന്നും നോക്കത്തില്ല, നല്ല ദേഷ്യപ്പെടുന്നോണ്ട് അങ്ങനെ നല്ല കാര്യമായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതൊന്നും ഒരു കുറവും വന്നിട്ടില്ല. ഇല്ല അല്ലേ? വരണ്ട് പോകുന്നുണ്ട്, അത്ര മതി. ഈ സൗണ്ട് വെച്ചിട്ട് അപ്പൊ സിജോനെ മിരട്ടണുണ്ടോ? വരട്ടിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ലിനുവിന് ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം എത്ര വട്ടം ലിനു ദേഷ്യപ്പെടും? നീ തിരിച്ചു പോയി. നിന്നെ ദേഷ്യം വരാത്തുള്ള സമയം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. രാവിലെ എണീക്കുമ്പോൾ ആദ്യം ദേഷ്യപ്പെടുന്ന രാവിലെ എണീക്കുമ്പോഴാണ്. കാരണം ഞാൻ എണീക്കുമ്പോൾ 9 മണി കഴിയും. അപ്പൊ സ്വാഭാവികമായിട്ട് ദേഷ്യപ്പെടും, എന്തിനാ ഇത്ര ലേറ്റ് ആയെന്ന് ചോദിച്ചോണ്ട്. അപ്പൊ തുടങ്ങുന്ന ദേഷ്യം പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും നേരത്തെ കിടന്ന് ഉറങ്ങും. അപ്പോഴും ദേഷ്യപ്പെടുന്ന നേരത്തെ കിടന്ന് ഉറങ്ങുന്നെന്ന് ചോദിച്ചോണ്ട്. ഇതിനിടയിൽ ദേഷ്യപ്പെടാതിരിക്കുന്ന സമയം എപ്പോഴാണ് ദേഷ്യപ്പെടാതിരിക്കുന്നത്? അതെനിക്കും അറിയത്തില്ല. ഫുൾ ടൈം ദേഷ്യമായതുകൊണ്ട് നമുക്ക് ദേഷ്യപ്പെടാത്ത സമയം എപ്പോഴാന്നുള്ളത് തപ്പിയെടുക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പം ലിനുവിനെ ഇപ്പൊ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ലിനു കുറച്ചുകൂടെ എന്താ പറയാ വീട്ടില് വളർന്ന, അല്ലെങ്കിൽ പുറത്തേക്ക് അധികം ഔട്ട് ഗോയിങ് അല്ലാതെ അങ്ങനെയല്ലാടാ, നമുക്ക് പുറത്തത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, അതും നമ്മളെ വളർത്തും. വീട് അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ ഔട്ട് ഗോയിങ് അല്ലാണ്ട് വളർന്നൊരു ഫാമിലിത്തെ ഒരു കൊച്ചാണോ, അതിങ്ങനെ പുറത്തു പോയി അങ്ങനെയാണോ ലിനുവിന്റെ? പുറത്തു പോയാലും ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് മാത്രം അങ്ങനെയുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ അതിശയപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. പരിചയപ്പെട്ട സമയത്ത് രാത്രി 8:30 ആകുമ്പോഴത്തേക്കും എന്റെ അടുത്ത് പറയും ഞാൻ കിടക്കുവായിട്ടോ എന്ന് പറയും. അപ്പൊ ഇപ്പൊ നീ എത്തിയില്ലേ? സെയിം. ഞാൻ അതിശയപ്പെട്ട് പോയിട്ടുണ്ട്. കാരണം ഇവര് 8:30 കിടന്ന് ഉറങ്ങും. ഫുഡ് പോലും കഴിച്ചിട്ടുണ്ടാവില്ല. ഇവരുടെ വീട്ടില് 8:30 ആകുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഫുഡെല്ലാം കഴിച്ച് ഇവര് 6 മണിക്കാണ് ഭക്ഷണം കഴിക്കുക. വൈകിട്ട് 6 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കും. കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ച് TV കാണും, എന്ത് ചെയ്യും. 8 മണിക്ക് എന്തെങ്കിലും പ്രാർത്ഥനയുണ്ട്, അത് 8:30 ആകുമ്പോൾ തീരും. പ്രാർത്ഥന തീരുക, നേരെ പോയി കിടന്നുറങ്ങി. ഇവരുടെ രാത്രി പരിപാടി തീർന്നു. ഇവർ രാത്രി സിനിമയ്ക്ക് പോയിട്ടില്ല.
സെക്കൻഡ് ഷോ അങ്ങനെ കാണാൻ പോയിട്ടില്ലേ? ഇല്ല അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇവര് രാത്രി തിയേറ്റർ വർക്ക് ചെയ്യുമോ? അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് ഷോ ആരുടെ കൂടെ കാണുന്നത്? എന്റെ ആണോ? ഏത് പടം കാണുന്നത്? അതന്ന് ഇറങ്ങുന്ന പടം കല്യാണം എന്നാലും ഫസ്റ്റ് സെക്കൻഡ് ഷോ കണ്ട ഒരു പടത്തിന്റെ പേര് ഓർമ്മയില്ലേ? അത് ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് അപ്പൊ പടത്തിന്റെ പേരും പടമൊന്നും ഓർമ്മയില്ലായിരുന്നു. തിയേറ്റർ ഓർമ്മയൊന്നും ഇല്ല. പടമല്ലല്ലോ അപ്പൊ മെയിൻ കാര്യം. ഇതൊന്നും വരത്തില്ലല്ലോ അല്ലേ? വരില്ലെന്ന് തോന്നുന്നു. തമ്പിൽ ഇതായിരിക്കും തിയേറ്ററിൽ പോയി കാണിച്ചു നിങ്ങൾ കണ്ടോ കാമുകയായിട്ട്. അയ്യോ ഓക്കെ, ഇപ്പൊ നമുക്ക് കാണുന്ന ഒരു വേറെ സിജോനാണ്. നമ്മുടെ ഒരു കാട്ടുതീ സിജോ ഉണ്ടായിരുന്നു. എന്താ അത്? എന്തേ ലേറ്റ് ആയി ഇത്ര? അല്ല, എനിക്ക് അതിലോട്ട് ഞാൻ ആലോചിക്കണേ, ഒരു കാട്ടുതീ സിജോന്. അപ്പൊ അതൊക്കെ ഇരുന്നിട്ട് ലിനു ഇങ്ങനെ ഇരുന്ന് കാണണം. അപ്പൊ ലിനുവിന് പേഴ്സണൽ ആയിട്ട് സിജോനെ ഭയങ്കരമായിട്ട് അറിയുന്നാലും. ഓക്കെ, അപ്പൊ ഇത് ഈ മാസം ഡയലോഗ് അവിടെ നിന്ന് അടിക്കലും ഇവിടെ ഇരുന്നിട്ട് ലിനുവിന്റെ തെറിവിളി കേൾക്കലാളും, ഇത് തമ്മിൽ എങ്ങനെ ഉണ്ടായിരുന്നു കാണുമ്പോ? ഞാൻ ഇതൊന്ന് ഒന്ന് കത്തും, അടുത്ത ദിവസം കത്തും, പിന്നെ കത്തി ഞാൻ കണ്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് നിർത്തി. അതല്ല, ലിനു ആക്ച്വലി ബിഗ് ബോസിൽ ഫോം വിളിക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എണ്ണിച്ചു പോടാ, ഇറങ്ങി പോടാ, പറ്റത്തില്ല, ഇറങ്ങി പോടാ, ഞാൻ വരാം. ലിനു പകരം എനിക്ക് പകരം വയലുകടായിട്ട് ലിനു വന്നേ. അല്ലേ? അങ്ങനെ അങ്ങനെ പറയത്തുള്ളൂ. ഇറങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് എന്തൊക്കെ പറഞ്ഞറിയോ? എന്തൊക്കെ പറഞ്ഞു കേക്കട്ടെ. ഞാൻ എയർപോർട്ടിൽ വന്ന സമയത്ത് ഏറ്റവും ആദ്യം എനിക്ക് പറഞ്ഞു, താൻ എന്തിനാണ് രണ്ടാമത് അങ്ങോട്ട് കയറി പോയെന്ന് ഏറ്റവും ആദ്യം ചോദിച്ചത്. അത് കാരണം എയർപോർട്ടിൽ വന്ന് സായിയും നന്ദൂട്ടനൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ അന്നാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ആദ്യം ചോദിച്ചത്, താൻ എന്തിനാണ് രണ്ടാമത് കയറിയത്? ഒരാവശ്യമില്ലായിരുന്നില്ല, വീട്ടിലങ്ങനെ ഇരുന്നാൽ പോരായിരുന്നു, ഇത് എന്തുവാ അവിടെ പോയിട്ട് കാട്ടുതീ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാണിച്ചു കൂട്ടിയത്? ഞാൻ പറഞ്ഞോടാ അങ്ങനെയല്ലോടാ, ഞാനവിടെ കുറച്ചൊക്കെ ചെയ്തു, പക്ഷെ അത് പുറത്ത് വന്നില്ല. ആ ഇവിടെ പിന്നെ അവര് ഇവിടെ കൊണ്ടുപോയി എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ ഇട്ട് വഴക്ക് ഇടി ബഹളമായിരുന്നു. ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഭയങ്കര ബാച്ചുലർ ലൈഫ് അടിച്ചു പൊളിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് ഇതൊന്നും ഉണ്ടാവില്ലല്ലോ ദൈവമേ എന്ന് സിജോ ആലോചിക്കുന്നുണ്ട്. ഇല്ല, അങ്ങനെ ആലോചിക്കില്ല. ലിനുവിന് പറ്റിക്കാൻ എളുപ്പം, അതുകൊണ്ട് വിഷയമുള്ളത് അത് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല. ഞാൻ ഇടയ്ക്ക് മറ്റു സിനിമ കാണുന്ന ധ്യാനത്തിന് പോകുന്നൊക്കെ പറഞ്ഞു പോകും. എന്ന് നോക്കിയായിരുന്നു പറയാണ്ട്. ഞാന് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് പറയും, അല്ലെങ്കിൽ ഗ്രോസറി ഐറ്റംസ് പറയും. അതിന്റെ വില എത്രയാന്ന് പറയാം. നമ്മൾ വിനോദയാത്രയിൽ കണ്ടിട്ടില്ലേ ആ പരിപാടി? ഓക്കെ, അപ്പൊ ഞാനിത് സെയിം ക്വസ്റ്റ്യൻ രണ്ടുപേരുടെ അടുത്ത് ചോദിക്കും. ഓക്കെ, ഇതിനൊരു അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ആയിട്ട് പറയുന്നവർക്ക് പോയിന്റ് ഉണ്ട് കേട്ടോ. അവരാണ് ദാമ്പത്യ ജീവിതം അടിപൊളിയായിട്ട് കൊണ്ടുപോവാം. 1 കിലോ പരിപ്പിന്റെ വില. റേഷൻ കടല പരിപ്പാണ്. പരിപ്പില്ലടോ, പരിപ്പില്ല. ഓ, അപ്പൊ തന്നെ കിറ്റുണ്ട്. പരിപ്പുണ്ടായിരുന്നു. സാധാ ഒരു ഗ്രോസറി സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ 1 കിലോ പരിപ്പിന്റെ വില 1 കിലോ ഒരു 240. 240. 1 കിലോ. 1 കിലോന് 240. അല്ലെങ്കിൽ 150. ലിനു പറ. 1 കിലോ 35ആണല്ലേ? ഒരാൾ 240. ഓക്കെ, നമുക്ക് 130 to 160 1 കിലോ. ക്വാളിറ്റി കുറഞ്ഞ പരിപ്പ്. ഞാൻ ക്വാളിറ്റി കൂടി പരിപ്പില്ല പറഞ്ഞത്. ഇവള് 35. ഓൺലി മറ്റേ ഇമ്പോർട്ടഡ് ഓൺലി. അതെ അതെ, ഇവളുള്ള അപ്പനും കൂടെ തല തുണിയൊക്കെ ഇട്ട് കക്കാൻ 35 രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ 35 രൂപ കിട്ടും, അല്ല കിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത്. പരിപ്പ്, ചുവന്ന പരിപ്പ്, കടലപ്പരിപ്പ്, എല്ലാത്തിനും ഇങ്ങനെയാണെന്ന് തോന്നണു. പറയുന്ന ആൾക്ക് കൃത്യമായിട്ട്. അതെ, ഞാൻ എന്റെ വീട്ടിൽ ഞാൻ ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇനി അപ്പൊ ഇതിൽ നിങ്ങൾക്ക് മാർക്കില്ല, 0. ഓക്കെ, 1 കിലോ പഞ്ചസാരയുടെ വില. പഞ്ചസാരക്ക് നമുക്കൊരു 1 കിലോയ്ക്ക് ഒരു 340 രൂപ. 1 കിലോ അല്ലേ? 1 കിലോ എത്ര കൊടുക്കണ്ട? 1 കിലോ 35 രൂപ. 1 കിലോ ഞാൻ വലിയ 10 രൂപ. 1 കിലോ പരിപ്പ്, 1 കിലോ പഞ്ചസാര അന്നത്തെ വീട്ടുകാരെ ഞാൻ വരെ വയനാട്ടിലെ കണക്ക് ചോദിച്ചല്ലോ, ആ ഓർമ്മയ്ക്ക് പറഞ്ഞു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു. എസ്റ്റിമേറ്റ് പഞ്ചസാര, നോർമൽ പഞ്ചസാര അല്ല. ഇപ്പൊ എത്ര നീ പറഞ്ഞേ? ഞാനൊരു 35 രൂപ 1 കിലോ പഞ്ചസാര. 1 കിലോ പഞ്ചസാര 35. പപ്പായ വാങ്ങണം, എനിക്കറിയത്തില്ല. പപ്പായാണ് വാങ്ങുന്നത്, അതുകൊണ്ട് എനിക്കറിയില്ല. എന്നാലും ഒരു അപ്രോക്സിമേറ്റ് പറയാം, ചുമ്മാ ഒരു ഗസ് കൊടുക്കുക. 45.
ഞാൻ 35. 35. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആക്ച്വലി പപ്പായ വാങ്ങിയത് കൊണ്ട് കറക്റ്റ് പറഞ്ഞത് ലിനു ആണ്. 45. ഒരു 50 to 60യുടെ ഇടയിലാണ്. സോ എന്നാലും ഞാൻ ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നുള്ള കണക്കാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് അവിടുന്ന് ഇറങ്ങിയിട്ട് കുറെ കാലമായിട്ടാ മിണ്ടാണ്ടിരിക്കണം. ഓക്കെ ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു കുറ്റി ഗ്യാസിന്റെ വില സബ്സിഡി ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു 900 ഇത്തിരി താഴെ. 960. ആ 950 ആ ഒരു range. കറക്റ്റ് ആണ്. ആ ഒരു റേഞ്ച് തന്നെയാണ്. 900 സംതിങ് 60. അതറിയാം. ഓക്കെ, 1 കിലോ തക്ക. അപ്പൊ നിങ്ങൾക്ക് ഏയ്, പോയി, ഒരു- 2. ആ 2. ഇവിടെ എത്രയാ? 3. 3 അവിടെ ഞാൻ അവിടെ 3 ചോദ്യം ചോദിച്ചു. 2 കൊണ്ട് എനിക്ക് തന്നെ 3 ആക്കും കൊടുത്തു. എന്തോന്നു ഇത്? രണ്ടായില്ലേ? ശരിയാ, എനിക്ക് 2 രണ്ടായി. അന്നോ ആ 1 കിലോ തക്കാളിയുടെ വില 25-30 രൂപ. എന്നാ ഒരു 50 രൂപ ഉണ്ടാവുക. നീ ഒരു കാര്യത്തിൽ ഉറപ്പിച്ച് ഞാൻ പോയി എവിടെയെങ്കിലും പോയിട്ട് ഒരു മറ്റേ തക്കാളി കടയിൽ പോയിട്ട് അവരെ വളം അടിച്ച് നിന്നിട്ട് എന്തിനു വാങ്ങിച്ചിട്ടൊക്കെ വരാൻ ഇങ്ങോട്ട്. അപ്പൊ നീ പൈസ കൊടുക്കണില്ലേ? വേണ്ടെന്ന് കൊളാബ് ചെയ്യാം. അത് കൊളാബ് ചെയ്യാം. കേരളത്തിലെ ഒരു വ്യക്തി ഞാൻ പറയാം ബിഗ് ബോസ് നടക്കണമെന്നാണ്. അടുത്ത ദിവസം തുടങ്ങുന്ന വരെങ്കിലും കൊളാബി പറയാന്ന് പറയാം. ഇവിടെ പോലും കൊളാബി ചോദിക്കുള്ളൂ നമ്മള്. അയ്യോ, ഞാൻ പൂജയുടെ കൊളാബിനെ പറ്റി ഇപ്പൊ അല്ല, എന്നോട് പറഞ്ഞ നമ്മുടെ ഡ്രസ്സിന്റെ നമ്മുടെ എൻഗേജ്മെന്റിന്റെ ഡ്രസ് വരെ കൊച്ചി മെട്രോ കയറി കൊളാബി ചോദിച്ചു. നീ അത് സത്യമല്ലേ? കൊച്ചി മെട്രോയിൽ നീ ഇപ്പൊ കൊളാബല്ല അടിക്കുന്നത്. അതെ അതെടാ. ഫുൾ ടൈം കൊളാബ്. ഓക്കെ, നീ ഒരു റേറ്റ് പറ. ഞാനൊരു 1 കിലോ തക്കാളി അല്ലേ, ഒരു 35 രൂപ. 35, 40. ഓക്കെ, ഏതാണ്ട് കറക്റ്റ് ആണ്. 30 to 50 ആണ് റേറ്റ് വരുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആരായിരിക്കും കുടുംബജീവിതം അടിപൊളിയായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാ? കുടുംബജീവിതം ലിനു. ലീനു ആണ്. എനിക്ക് തോന്നിയില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ പ്രശ്നമാകും. കാരണം കഴിയുമ്പോഴത്തേക്ക് ഞാൻ പപ്പനെ വിളിച്ച് പറയാം, പപ്പ കുറച്ച് വീട്ടിൽ സാധനം കൊണ്ടുപോവാ. ഒന്നിച്ചൊക്കെ സാധനം വാങ്ങിച്ചിട്ട് ഒറ്റ ബില്ലായിരുന്നു. അതിനകത്ത് നമ്മൾ നോക്കത്തില്ലല്ലോ. അതെ അതെ. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കും. മസ്ലീസ്, the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.